ദേ മുരളി, ആലോചന വേണ്ടെന്ന് വെക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ കല്യാണം നടത്താനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാതിരിക്കുന്ന നല്ലത്. ഇതല്ലെങ്കിൽ മറ്റൊരു ബന്ധം. ഞാനന്ന് പറഞ്ഞ സുധാകരന്റെ മോൻ മനുവിന്റെ. നമ്മൾ വെറുതെ ധൃതി കൂട്ടിയിട്ട് കാര്യമില്ലമ്മേ. അവൾക്ക് ഇപ്പോഴേ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിരിക്കല്ലേ. പെങ്കൊച്ചുങ്ങൾ അങ്ങനെ പലതും പറയും. അതൊന്നും കേട്ട് നമ്മൾ അവരുടെ താളത്തിനൊത്ത് തുള്ളാതിരിക്കുന്നതാ ബുദ്ധി. ദേ, അപ്പുറത്തെ ആ VP-യുടെ കൊച്ചുള്ളിടത്തോളം കാലം മാളൂന്റെ കാര്യം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല. തീക്കട്ട മടി പൊതിഞ്ഞുകൊണ്ട് നടക്കുന്ന അവസ്ഥയാവും, പറഞ്ഞേക്കാം. അതുമാത്രമല്ല മുരളി, ദേ ആ ടീച്ചറുടെ മോൻ ഡോക്ടർ പയ്യൻ മാളൂവിനെ കാണാനും സംസാരിക്കാനും ഒക്കെയായി കൂടെ കൂടെ ഇവിടെ വരുന്നുണ്ട്. കാര്യം ഡോക്ടറാണ്, മര്യാദക്കാരനാണ്, ഒക്കെ ശരി തന്നെ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആൾ അന്യജാതിക്കാരനാണേ. അതുകൊണ്ട് മാളവുമായി അയാളെ അധികം സഹകരിപ്പിക്കാതിരിക്കുന്നതാ നല്ലത്. എന്റെ അമ്മേ, ജോബിന് ഇവിടെ വരുന്നത് അങ്ങനെ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചോണ്ടൊന്നും അല്ല. ഇനി അമ്മയായിട്ട് അങ്ങനെ ഓരോന്നും പറഞ്ഞുണ്ടാക്കാതിരുന്നാ മതി. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഒടുക്ക ഓരോന്ന് സംഭവിച്ചിട്ട് പിന്നെ നെഞ്ചത്തടിച്ചിട്ടും നിലവിളിച്ചിട്ടും കാര്യമില്ല, പറഞ്ഞേക്കാം. ഇതുപോലായിരുന്നു ആ VP-യുടെ മോടെ കാര്യവും. ഒടുക്കം ഞാൻ പറഞ്ഞ കടവിൽ തന്നെ വഞ്ചി എടുത്തേ, അത് ഓർമ്മ വേണം. അച്ഛൻ പോയോ അമ്മ? ഇന്ന് നേരത്തെ പോയി. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. അച്ഛനെന്താ ചെന്നൈക്ക് പോകുന്നത്? ഈ വരുന്ന ട്യൂസ്ഡേ തന്നെയാണോ? അതെ. എന്താ അപ്പു? ഒന്നുമില്ല. അതിനു മുമ്പ് അമ്മ അച്ഛനോട് എന്റെ കാര്യം സംസാരിക്കാൻ പ്ലാൻ വല്ലതുണ്ടോ? അതെങ്ങനെ ധൃതി പിടിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണോ അപ്പു? നീ എനിക്കൊരു അല്പ സാവകാശം താ. ഞാനത് സമ്മതിപ്പിച്ചോളാന്ന് പറഞ്ഞതല്ലേ, പിന്നെന്താ? ഞാനിങ്ങനെ തിരക്കൂട്ടുന്നത് മറ്റൊന്നും കൊണ്ടല്ലമ്മേ. ഈ കാര്യത്തിൽ അച്ഛൻ്റെ നിലപാട് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെതായ കുറച്ച് തീരുമാനങ്ങൾ എടുക്കാൻ. എൻ്റെ സ്റ്റഡീസും എക്സാമും എല്ലാം അതിനനുസരിച്ച് എനിക്ക് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നിന്റേതായ തീരുമാനങ്ങളോ? എന്നുവെച്ചാ നീ എന്താ ഉദ്ദേശിക്കുന്നേ? എൻ്റെ സർജറിയുടെ കാര്യം. ഇനിയും അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് തന്നെ സർജനെ കണ്ട് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തണം. അപ്പോ നീ ശരിക്കും സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? പിന്നെ അമ്മ എന്താ കരുതിയത്? ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം അമ്മയ്ക്ക് ഇനിയും മനസ്സിലായിട്ടില്ലേ? സർജറി 2-3 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. അതിന് അത്രമാത്രം തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട്. അതുകൊണ്ടാ ഞാനിത് എത്രയും പെട്ടെന്ന് അച്ഛനോട് തുറന്നു പറയാൻ അമ്മയെ നിർബന്ധിക്കുന്നത്. അമ്മയ്ക്കെന്താ ഒരു കൺഫ്യൂഷൻ പോലെ? അപ്പോ ഞാൻ പറയുന്നത് മോളൊന്ന് കേക്ക്. ചെന്നൈയിലെ പ്രോഗ്രാമിന്റെ കാര്യം കേട്ടത് മുതൽ VP ആകെ എക്സൈറ്റഡാ. വളരെ ചുരുക്കം പേർക്കേ അങ്ങനെ ഒരു നാഷണൽ സെമിനാറിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുകയുള്ളൂ. കേരളത്തിൽ നിന്ന് ആകെ 2 പേർക്കാണ് ഇൻവിറ്റേഷൻ. അതിലൊരാൾ VP ആണ്. അപ്പൊ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് നിനക്ക് ഊഹിക്കാമല്ലോ. അതും ഇക്കാര്യം തമ്മിൽ എന്ത് ബന്ധം അമ്മ? ബന്ധമുണ്ട്. അങ്ങനെ ഒരു യാത്രയ്ക്ക് മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കുന്ന ഒരാളോട് ഞാൻ നിന്റെ കാര്യം ഇപ്പോൾ പറഞ്ഞാലുണ്ടാവുന്ന അവസ്ഥ നീ ഒന്ന് ഊഹിച്ചു നോക്ക്. അച്ഛൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ജീവിതത്തിന് നീ തയ്യാറല്ലെന്ന് ഞാൻ തുറന്നു പറയണമെന്നില്ല. അതിൻ്റെ ഒരു ചെറിയ സൂചന പോലും കൊടുക്കുന്ന തരത്തിൽ ഞാൻ സംസാരിച്ചാൽ VPക്കത് വലിയ ഷോക്കായിരിക്കും. മാനസികമായിട്ട് ആകെ തകർന്നു പോവും. പിന്നെ സെമിനാറും യാത്രയൊന്നും ആ മനസ്സിലുണ്ടാവില്ല. മുമ്പത്തെ പോലെ ആകെ അബ്നോർമലാകാൻ അച്ഛനീ ഒറ്റ കാരണം മതിയാവും. നമ്മളായിട്ട് അച്ഛൻ്റെ ഈ സന്തോഷം തല്ലിക്കെടുത്തണോ മോളെ? കുറച്ചു ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് അച്ഛൻ ഈ സെമിനാർ കഴിഞ്ഞ് വന്നോട്ടെ പ്ലീസ് അപ്പു. അത്രയെങ്കിലും ദയ നമ്മൾ ആ പാവത്തിനോട് കാണിക്കണ്ടേ? എന്റെ കാര്യത്തിൽ അച്ഛൻ കാണിക്കുന്ന ഈ ഓവർ എക്സ്പെക്ടേഷൻ തന്നെയാണ് എന്റെയും പ്രശ്നം. ഓരോ ദിവസം കഴിയും തോറും ഇപ്പോഴത്തെ ലൈഫിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് തന്നെയാണ്
അച്ഛൻ കരുതുന്നത്. യാഥാർത്ഥ്യം അതല്ലെന്ന് അച്ഛൻ എത്രയും നേരത്തെ ബോധ്യപ്പെടണം. അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് എല്ലാവരുടെയും റിലേഷനെ അത് സാരമായി ബാധിക്കും. അത് മാത്രം അമ്മ ഓർത്താൽ മതി. ഓക്കെ, സെമിനാർ കഴിഞ്ഞ് അച്ഛൻ മടങ്ങിയെത്തും വരെ ഞാൻ വെയിറ്റ് ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് അച്ഛൻ ചെന്നൈ പോകുന്ന സമയത്ത് ഞാൻ സർജനുമായിട്ട് അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്യും. ചിലപ്പോൾ അമ്മ കൂടി ഒന്ന് എൻ്റെ ഒപ്പം വരേണ്ടി വരും.